ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇപ്രാവശ്യം ഒരു ബോംബെ സാമ്പാർ ഉണ്ടാക്കിയാലോ? അതും 5 മിനിറ്റിൽ ചെയ്യാം. ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും കടുകും ജീരകവും ഉലുവയും നന്നായി ചൂടായ ശേഷം ഒരു വലിയ സവാള ആഡ് ചെയ്യുക. അത് നന്നായി വഴന്ന് വരുമ്പോഴാണ് വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഒന്ന് ചെറുതായി വാടി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളായിട്ട് ഞാനിതിൽ തക്കാളിയും പൊട്ടറ്റോയും വെണ്ടയ്ക്കയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. വേറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത് നമുക്ക് തക്കാളി ഒരു 2 നല്ല നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. അത് വാടി വരുമ്പോഴേക്കും വെണ്ടയ്ക്കയും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല വാടിയ ശേഷമാണ് പൊടികൾ ചേർക്കേണ്ടത്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, ഇതെല്ലാമാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. പൊടികളെല്ലാം മൂത്ത ശേഷം നമുക്ക് വെള്ളം കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാളംപുളി ഇട്ട് വെച്ച വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ ഞാനത് ആഡ് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കടലമാവ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് ആവുന്നത്. നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ നമുക്കിപ്പോൾ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അധികം അത് വെന്ത് പോകുകയില്ല. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ ഇത് നല്ല കുറുക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം പിന്നെയും വെള്ളം ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു തിള വന്ന ശേഷം അത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബോംബെ സാമ്പാർ റെഡിയായി. ഈ ബോംബെ സാമ്പാർ ദോശ, ഇഡ്ഡലി, റൈസിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാവുന്നതാണ്. പിന്നെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.